ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തൊപ്പി വിൽപ്പനക്കാരന്റെയും കുരങ്ങന്മാരുടെയും കഥയാണ്. കഥയ്ക്കു മുൻപായി നമുക്ക് ഇന്നത്തെ കുസൃതി ചോദ്യം കേൾക്കാം. കണ്ണില്ല, കൈയില്ല, മിണ്ടില്ല, എന്നാൽ എല്ലാം കാണുന്നു. ആരാണ് ഞാൻ? കൂട്ടുകാരെ, എല്ലാവർക്കും ഉത്തരം കിട്ടിയോ? ഉത്തരം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഥയുടെ അവസാനം പറയാം. പണ്ടൊരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു തൊപ്പി വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള വീടുകളിലെല്ലാം നടന്നെത്തി തൊപ്പികൾ വിറ്റ് അയാൾ ജീവിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗ്രാമത്തിലൂടെ നടക്കുന്നതിനിടയിൽ അയാൾ കുറച്ചു നേരം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് കരുതി. തൊപ്പികൾ നിറച്ച ബാഗ് അവൻ താഴെ വെച്ചു. പക്ഷേ വിശ്രമിക്കുന്നതിനിടയിൽ അവൻ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോഴേക്കും അവിടെ കുറേ കുരങ്ങന്മാർ വന്നു. അവർ ബാഗിനുള്ളിൽ നിന്ന് തൊപ്പികളെല്ലാം പുറത്തെടുത്തു. അത് തലയിൽ വെച്ച് കളിക്കുവാൻ തുടങ്ങി. കുരങ്ങന്മാർ കളിക്കുന്ന ശബ്ദം കേട്ട് രാമു ഉണർന്നു. അയാൾ തന്റെ ബാഗ് നോക്കിയപ്പോൾ അതിലൊരു തൊപ്പി പോലും ഇല്ലായിരുന്നു. രാമു കുരങ്ങന്മാരോട് തന്റെ തൊപ്പി തിരികെ നൽകുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ അവനെ കളിയാക്കി. അവൻ വളരെ ദുഃഖിതനായി മരച്ചുവട്ടിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാമുവിനൊരു ബുദ്ധി വന്നു. കുരങ്ങന്മാർ മറ്റുള്ളവരെ അനുകരിക്കുമെന്ന് അവൻ ഓർത്തു. വേഗം തന്നെ അവൻ അവന്റെ തൊപ്പിയൂരി നിലത്തെറിഞ്ഞു. അത് കണ്ടതും എല്ലാ കുരങ്ങന്മാരും അവനെ അനുകരിച്ച് തൊപ്പി താഴേക്കെറിഞ്ഞു. അവൻ സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ തൊപ്പികളെല്ലാം ബാഗിലാക്കി. കുരങ്ങന്മാർക്ക് അവരുടെ അബദ്ധം മനസ്സിലായി. രാമു ചിരിച്ചുകൊണ്ട് യാത്ര തുടർന്നു. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ബുദ്ധി ഉപയോഗിച്ചാൽ വലിയ പ്രശ്നങ്ങൾ പോലും എളുപ്പം പരിഹരിക്കാൻ കഴിയും. കൂട്ടുകാരെ, നമ്മുടെ കടങ്കഥയുടെ ഉത്തരം മിറർ അഥവാ കണ്ണാടി എന്നാണ്.